എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് ജൂലൈ 13 ഞായറാഴ്ച. നാളെ നമ്മൾ മാർക്കറ്റിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. ഒരുപാട് ഇവൻറ്റ്സുകളുണ്ട് നെക്സ്റ്റ് വീക്കിൽ. നമ്മുടെ ഏത് ലെവലാണോ സപ്പോർട്ട്, ഏത് ലെവൽ സപ്പോർട്ടാണോ നിഫ്റ്റി ബ്രേക്ക് ചെയ്യാൻ പാടാത്തത് അത് ചെയ്തു. അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ഫർദറായ നെക്സ്റ്റ് സപ്പോർട്ട് ഏതാണ് എല്ലാം നമുക്ക് ഒന്ന് അവലോകനം ചെയ്യണം. അതുപോലെ തന്നെ ഒരുപാട് ന്യൂസുകളുണ്ട്, ഇവൻറ്റ്സുകളുണ്ട്, ഏണിങ്സ് റിപ്പോർട്ടുകളുണ്ട്, എല്ലാം നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപായി നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കാണുള്ളത്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, മാർക്കറ്റിലേക്ക് വരാം. നമ്മൾ നെക്സ്റ്റ് വീക്കിൽ മാർക്കറ്റ് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരു അവലോകനം നടത്തുന്നതിന് മുമ്പായി കഴിഞ്ഞ ആഴ്ച എന്തെല്ലാം പോസിറ്റീവ് ന്യൂസുകളും നെഗറ്റീവ് ന്യൂസുകളും ഉണ്ടായിരുന്നു എന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യം പോസിറ്റീവ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തേത് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്ത ന്യൂസാണ്. അതായത് ഇന്ത്യ US, നമ്മുടെ രാജ്യവും US തമ്മിലുള്ള ട്രേഡിംഗ് ഡീൽ ഉടൻ തന്നെ അത് തീരുമാനത്തിലെത്തും. 25% താഴെ താരിഫ് നിർണ്ണയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ട്. രണ്ടാമത്തേത് DIers കണ്ടിന്യൂ ബൈയിങ് ആണ്. അവർ കണ്ടിന്യൂ ആയിട്ട് ബൈ ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ മാർക്കറ്റ് പാതാളത്തിലേക്ക് പോയതിനെ. അത്രത്തോളം FIers സെല്ലിങ്ങിലാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ മാത്രമേ നമ്മുടെ കഴിഞ്ഞ ആഴ്ച പോസിറ്റീവ് പോയിൻ്റുകളായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇനി നെഗറ്റീവ് പോയിൻ്റുകൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തേത്, ഇപ്പോൾ നമ്മൾ ജാനി സ്ട്രീറ്റിനെ ബാൻ ചെയ്തു. കാരണം അവരുടെ ബാക്കിയുള്ള ഫണ്ട് കൂടെ ബാൻ ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇപ്പോൾ ജാനി സ്ട്രീറ്റ് മാർക്കറ്റിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു വോളറ്റൈലിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്കാൽപ്പിംഗ് ട്രേഡേഴ്സ് അതുപോലെ ഓപ്ഷൻ ട്രേഡേഴ്സ് എല്ലാം തന്നെ വിട്ടു നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം NSE ടേൺ ഓവർ വന്നിട്ട് കഴിഞ്ഞ 18 മാസത്തെ വീക്കിലി ബേസിസ് ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് വോളിയം കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. മറ്റൊന്ന്, ട്രംപ് യൂറോപ്യൻ യൂണിയൻ കൺട്രികൾക്ക് 30% താരിഫാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ April 7 യൂറോപ്യൻ യൂണിയൻ കൺട്രികൾക്ക് 20% താരിഫാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 10% എക്സ്ട്രാ ഉൾപ്പെടുത്തിക്കൊണ്ട് 30% കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് 11 ജൂലൈക്ക് അയാൾ പ്രഖ്യാപിക്കുകയുണ്ടായി. അതൊരു നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. മറ്റേതൊന്ന് മെയിനായിട്ട് FIersൻ്റെ കണ്ടിന്യൂസ് സെല്ലിംഗ് ആണ്. FIers ഈ കഴിഞ്ഞ, അതായത് ജൂലൈ മാസത്തിൽ തീരെ അവർ ബൈ സൈഡിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാന നെഗറ്റീവ് പോയിൻ്റാണ്. അവർ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ 80% ഷോർട്ടാണ് ഇപ്പോൾ നിലവിൽ ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, ക്യാഷ് സെഗ്മെൻറ്റിൽ 5% കോർ സെല്ലിംഗ് ആണ് അവർ നടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രധാനപ്പെട്ട നെഗറ്റീവ് പോയിൻ്റാണ്. യൂറോപ്യൻ കൺട്രികൾക്ക് പോലെ തന്നെ 20%-ൽ കൂടുതൽ ഏർപ്പെടുത്തിയ രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് ഫിലിപ്പീൻസ് 20%, അതുപോലെ മാൾട്ടോവ 25%, അൾജീരിയ 30%, ഇറാൻ 30%, അതുപോലെ ലിബിയ 30%. ഇതെല്ലാം തന്നെ 20%-ൽ മുകളിലാണ്. ഓക്കെ, മാത്രമല്ല ബ്രിക്സ് രാജ്യങ്ങൾക്ക്, ബ്രിക്സ് അംഗങ്ങളായ 5 രാഷ്ട്രങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 5 രാഷ്ട്രങ്ങൾ കൂടെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിലുള്ള ഈ 5 രാഷ്ട്രങ്ങൾക്ക്, അതിൽ നമ്മുടെ ഇന്ത്യയും ഉൾപ്പെടും, 10% എക്സ്ട്രാ താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ 20% പറഞ്ഞിരുന്നത് ഈ രാഷ്ട്രങ്ങൾ. മറ്റൊന്ന് കാനഡയ്ക്കാണ്. കാനഡയ്ക്ക് 35% താരിഫാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ അവർ തിരിച്ച് ഒരു ഡെഡ് ലൈൻ കൊടുത്തിരിക്കുകയാണ് US-ന്. അതായത് വരുന്ന ജൂലൈ 21 വരെ ഞങ്ങൾ സമയം തരുന്നു, നിങ്ങൾ റീകൺസിഡർ ചെയ്യണം. ഈ 35% താരിഫ് വിധിച്ചത് റീകൺസിഡർ ചെയ്യണം. അല്ലാത്ത പക്ഷം ഞങ്ങൾ നിങ്ങൾക്കൊരു കാര്യം വിധിക്കുകയാണ്. കാരണം US-ൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീൽ, അലുമിനിയം എന്നിവയ്ക്ക് ഞങ്ങൾ താരിഫ് ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് അവർ തിരിച്ചൊരു ഡെഡ് ലൈൻ ഡേ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതൊരു പ്രധാന നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. എന്തെല്ലാം സംഭവവികാസങ്ങളാണ് നടക്കുക എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് 21 ജൂലൈ 21 വരെ വെയിറ്റ് ചെയ്യണം. രണ്ടാമത്തേത്, ഫെഡിൻ്റെ മീറ്റിംഗ് ഈ മാസം ലാസ്റ്റ് 31-നാണുള്ളത്. മറ്റൊന്ന്, ബ്രസീലിന് 50% താരിഫാണ് ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത്.
ഇനി റഷ്യയ്ക്കും കൊടുത്തിട്ടുണ്ട്. റഷ്യ അവരുടെ ലിസ്റ്റിലില്ല എന്നാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച US പ്രസിഡൻറ്റ് പറഞ്ഞത്. റഷ്യ ഞങ്ങളുടെ ലിസ്റ്റിലില്ല, റഷ്യക്കുള്ളത് ഞങ്ങൾ തിങ്കളാഴ്ച പ്രഖ്യാപിക്കാം, അതുവരെ അത് സസ്പെൻസ് ആയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ട്രംപ് പോയിരിക്കുന്നത്. അപ്പോൾ ഇനി നാളെ റഷ്യയ്ക്ക് മേൽ എന്താണ് ട്രംപ് പ്രഖ്യാപിക്കാൻ പോകുന്നുള്ളത് എന്നറിയില്ല. ആ റഷ്യയിൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ വില ക്രമാതീതമായി ഉയർന്നു $70 എത്തി നിൽക്കുകയാണ്. അതേപോലെ ഗോൾഡ് 3355 പെർ ഔൺസിന് വന്നിരിക്കുന്നു. സിൽവർ ആൾ ടൈം ഹൈയിലേക്ക് എത്തി. ബിറ്റ്കോയിൻ 1,18,900, അതായത് 1,19,000 എന്ന ലെവലിലേക്ക് എത്തി നിൽക്കുകയാണ്. അതായത് ഒരു 10 വർഷം മുന്നേക്ക് ഒരു ബിറ്റ്കോയിൻ എടുത്തിട്ടുള്ള ഒരാൾ ഇന്ന് കോടീശ്വരനാണ് എന്നർത്ഥം. 1 കോടി രൂപയ്ക്ക് മേലെ ലഭിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ മറ്റൊന്ന് എത്തേറിയം ഇപ്പോൾ 2,500 ആയിരുന്നു കഴിഞ്ഞ ആഴ്ച, ഇപ്പോൾ അത് 3,000 എത്തിയിട്ടുണ്ട്. ഒരു ലോങ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നവർ ഏതെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുത്ത് എതേറിയം ഒരെണ്ണം വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും സം ലോട്ട്സ് വാങ്ങി, മൈക്രോ ലോട്ട്സ് വാങ്ങി നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പറയാം. കാരണം ഇത് ഒരിക്കലും കോയിൻസുകളൊന്നും തന്നെ എന്തെങ്കിലുമൊക്കെ വേൾഡ് ഇഷ്യൂസ് വരുമ്പോൾ ഒരു ക്രാഷ് ആവും എന്നല്ലാതെ. ഇപ്പോൾ ഒരു 3 വർഷം മുന്നേ ബിറ്റ്കോയിൻ 25,000 എത്തിയതാണ്. അപ്പോഴൊന്നും നമ്മൾ ചിന്തിക്കാത്തതാണ്. ഈ 1.25 എത്തുമെന്നുള്ളത് സ്വപ്നേബി വിചാരിച്ചില്ല എന്ന് വേണം പറയാൻ. ചാൻസുകളുണ്ട്. ബിറ്റ്കോയിൻ മാത്രമല്ല, ഒരുപാട് കോയിനുകളുണ്ടല്ലോ, 100 കണക്കായ കോയിൻസുകളുണ്ട്. ഏതെങ്കിലും ഒന്നിലൊക്കെ ഇപ്പോൾ എതേറിയം കുറച്ച് നല്ല മൂവിങ്ങോട് കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ന്യൂസുകളാണ് നോക്കാനുള്ളത്. ആദ്യമായിട്ട് ട്രംപ് ഫെഡിനോട് പറഞ്ഞിരിക്കുന്നത് 300 ബേസിസ് പോയിൻറ്റിലേക്ക് എത്തിക്കണമെന്നാണ്. അതായത് നിലവിലിപ്പോൾ 450 ബേസിസ് പോയിൻ്റാണ്. അത് 3% ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുവരണമെന്ന് ഫെഡിനോട് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ FHFA, അതായത് ഫെഡറൽ ഹൗസിംഗ് ഫിനാൻഷ്യൽ ഏജൻറ്റ് എന്ന് പറയും, FHFA, അതിൻ്റെ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നു ഫെഡിനോട് ഫെഡ് ചെയർപേഴ്സൺ ജെറോം പവലിനോട് പറഞ്ഞിരിക്കുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൈൻ ചെയ്യണമെന്ന്. മറ്റൊന്ന് എലോൺ മസ്കും ട്രംപും തമ്മിലുള്ള ഫൈറ്റാണ്. അത് നിരന്തരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എലോൺ മസ്ക് അമേരിക്കയിൽ അമേരിക്കൻ പാർട്ടി എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട്. തുടർന്നുള്ള സംഭവ വികാസങ്ങൾ നമ്മൾ നോക്കിക്കാണാം. അതേപോലെ തന്നെ റഷ്യ US-നോടും സൗത്ത് കൊറിയയോടും അതുപോലെ ജപ്പാനോടും വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. അതായത് നോർത്ത് കൊറിയയെ നിങ്ങൾ ടീമായി നിന്ന് ഉപദ്രവിച്ചാൽ അതിനുള്ള ഫലം നിങ്ങൾ അറിയുമെന്നുള്ള റഷ്യ അമേരിക്കയ്ക്കും സൗത്ത് കൊറിയയ്ക്കും ജപ്പാനും ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ന്യൂസുകളാണ് ഉള്ളത്. ഇനി സെൻസെക്സ് 932 പോയിൻ്റ്, കഴിഞ്ഞ ആഴ്ച 932 പോയിൻ്റ് ഡൗണിൽ 82,500 എന്ന ലെവലിലാണ് സെറ്റിൽഡായിരിക്കുന്നത്. നിഫ്റ്റി ആണെങ്കിൽ 311 നെഗറ്റീവ് പോയിൻറ്റിൽ 25,150 സെറ്റിൽഡായിരിക്കുന്നു. ഇപ്പോൾ നിഫ്റ്റിയെക്കുറിച്ച് പറഞ്ഞത് ഒരു പ്രധാന സപ്പോർട്ട് എന്നുണ്ടായിരുന്നത് 25,300, 25,200 ആ ഒരു ലെവൽ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു തമ്പനെയിൽ തന്നെ, വീഡിയോയുടെ തമ്പനെയിൽ തന്നെ പറഞ്ഞ് 25,300 ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളതാണ്. തീർച്ചയായും ബ്രേക്ക് ചെയ്ത് 25,150 താഴെ പോയി. ലാസ്റ്റ് 15 മിനിറ്റ്സ് ക്യാൻഡിൽ, വെള്ളിയാഴ്ച 15 മിനിറ്റ്സ് ക്യാൻഡിൽ 25,165 വരെ വന്നു. കുറച്ച് നേരം സസ്റ്റെയിനായി, പിന്നീട് 25,150 ലെവലിലേക്ക് തന്നെ പോയിട്ടുണ്ട്. ഏതായിരുന്നാലും 25,150 ആ ലെവലിലാണ്. 25,000 നെക്സ്റ്റ് സപ്പോർട്ടായിട്ടുള്ളത്. ഈ 25,000 ബ്രേക്ക് ചെയ്താൽ 24,800, 24,700 ഇമ്പോർട്ടൻ്റ്, അതായത് സ്ട്രോങ് സപ്പോർട്ട്, ഫർദറായ സപ്പോർട്ട് എന്ന് പറയുന്നത് 24,700 24,700 താഴെ 1 ഡേ ടൈം ഫ്രെയിമിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്താൽ നിഫ്റ്റി നമുക്ക് ഇനിയും, അതായത് 24,700 താഴെ ഒരു 1,000-1,200 പോയിൻ്റ് ഡൗൺ പ്രതീക്ഷിക്കാം. 24,700 എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അതേസമയം ഇപ്പോൾ ഇത് കയറാനും മതി. കഴിഞ്ഞ പ്രീവിയസ് വീക്കിൽ, കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുന്നേ ഉള്ള ആഴ്ച 25,000 നിന്ന് 25,650 എന്ന റേഞ്ചിലേക്ക് പെട്ടെന്ന് 2-3 ദിവസത്തിനകത്താണ് പോയത്.
അപ്പോഴൊക്കെ നമ്മളിൽ പലരും ചിന്തിച്ചതാണ് അയ്യോ മിസ്സായിപ്പോയി എന്നുള്ളത്. അതായത് നമ്മൾ കരുതി വെച്ചിരുന്ന ഫ്യൂച്ചറും സ്റ്റോക്കുകളുമൊക്കെ മിസ്സായിപ്പോയല്ലോ എന്നുള്ള വേദന ഉണ്ടായിരുന്നവർ, അതായത് അത് ചിന്തിച്ചവർ ഇപ്പോൾ നല്ല ചാൻസാണ്. ഇത് നമുക്ക് റീ എൻട്രി ചെയ്യാനുള്ള, മാർക്കറ്റിലേക്ക് റീ എൻട്രി ചെയ്യാനുള്ള ഒരു ഡൗൺ ആണ് എന്ന് പ്രതീക്ഷിച്ച് ഈ ഒരു 25,000 ലെവലൊന്നും നിങ്ങൾ വാച്ച് ചെയ്യുക. 25,000 സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ വേൾഡ് ഗ്ലോബൽ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ 25,000 മുകളിൽ തീർച്ചയായും സഡൻലി നെക്സ്റ്റ് 25,350 ഒരു റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. 25,500 സെക്കൻഡ് റെസിസ്റ്റൻസ്, 25,650 ആ ഒരു റേഞ്ചിൽ. 25,650 മുകളിൽ പോയാൽ 26,000 എന്നുള്ളത് മസ്റ്റാണ്. അതിനിടയ്ക്ക് 25,850 എന്നുള്ളൊരു ചെറിയ റെസിസ്റ്റൻസ് കൂടെ ഉണ്ട്. അത് പക്ഷേ കൂടുതൽ കാര്യമാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പറഞ്ഞു വന്നത് 25,000 ലെവലിന് താഴെ പോകുന്നുണ്ടോ എന്നുള്ളതൊന്ന് വാച്ച് ചെയ്യുക. 24,000 താഴെ ബ്രേക്ക് ചെയ്താൽ 24,800 700 വരയ്ക്കും പോകും. ആ സമയത്ത് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയായി ഇതിനെ കണക്കാക്കിക്കൊണ്ട് ഫ്യൂച്ചറിലോ അതല്ലെങ്കിൽ നല്ല ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചിരുന്ന സ്റ്റോക്ക് നിങ്ങളുടെ റേറ്റിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതോ ബൈ ചെയ്ത് ഈ ഒരു അവസരം മുതലാക്കുക. അതേപോലെ ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ സ്മോൾ ക്യാപ്പ് 0.5% ഡൗണിലാണ്, ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് 1% ഡൗണിലാണ് ക്ലോസ് ചെയ്തത്. വീക്ക്ലി ബേസിസിലാണ് പറയുന്നത്. സെക്ടർ ബേസിൽ നോക്കുകയാണെങ്കിൽ ടെലകോം ഇൻഡെക്സ് വന്നിട്ട് 4.5% ഫാളായിരിക്കുകയാണ്. അതിന് പ്രധാന കാരണം TCS തന്നെയാണ്. TCS എക്സ്പെക്റ്റ് ചെയ്ത ഒരു റിസൾട്ട് തന്നെങ്കിലും കൂടെ തന്നെ അതിൻ്റെ റവന്യൂവിൽ വന്ന കുറവാണ് ഈ ഒരു ഫോളിന് കാരണമായിട്ടുള്ളത്. അതുപോലെ തന്നെ കൺസ്യൂമർ ഡ്യൂറബിൾസ് 3% ഡൗണാണ്. അതുപോലെ തന്നെ മെറ്റൽ ആൻഡ് എനർജി റിയാലിറ്റി എല്ലാം തന്നെ ഈച്ച് 2% ഡൗണിലാണ്. FMCG 2% ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ വിക്സ് 11.7 ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇതൊക്കെയാണ് റിപ്പോർട്ടുകൾ. ഇനി FIS DIS ആക്ടിവിറ്റിയാണ്. കഴിഞ്ഞ ആഴ്ച FIS 4,511 കോടി രൂപയുടെ സെല്ലിങ്ങാണ് നടത്തിയിരിക്കുന്നത്. DIS 8,190 കോടിയുടെ ബൈയിങ് നടത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വീക്ക് പ്രധാനപ്പെട്ട ഏർണിങ്സ് റിപ്പോർട്ട് ഏതൊക്കെയാണ് വരാനുള്ളത് എന്നുള്ളത് നോക്കാം. 14 ജൂലൈ അതായത് നാളെ HCL ടെക്, ടാറ്റ ടെക്നോളജി ഇത് രണ്ടും വരുന്നുണ്ട്. ഇനി 15 ചൊവ്വാഴ്ച HDB ഫിനാൻസ്, HDB ലൈഫ്. 16 വെനസ്ഡേ ഏഞ്ചൽ വൺ, ITC ഹോട്ടൽസ്, ടെക്കം. 17 വ്യാഴാഴ്ച ആക്സിസ് ബാങ്ക്, HDFC AMC, ജിയോ ഫിനാൻസ്, LTIM, വിപ്രോ എന്നീ സ്റ്റോക്കുകളുടെ എന്നീ കമ്പനികളുടെ ഏർണിങ്സാണ് വരാനിരിക്കുന്നത്. 18 വെള്ളിയാഴ്ച JSW സ്റ്റീൽ, റിലയൻസ്. 19 ശനിയാഴ്ച HDFC ബാങ്ക്, AU ബാങ്ക്, ICICI ബാങ്ക്, ഇന്ത്യ സിമൻറ്റ്. ഇതിൽ നിഫ്റ്റിയിലെ ഹൈ വെയിറ്റേജ് സ്റ്റോക്കുകളാണ് HDFC ബാങ്ക്, ICICI ബാങ്കൊക്കെ. അതൊക്കെ നല്ല റിപ്പോർട്ടുകൾ, ഏർണിങ്സ് റിപ്പോർട്ടുകൾ നെക്സ്റ്റ് മൺഡേ മാർക്കറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. കാരണം ഇതിൻ്റെ റിസൾട്ട് ശനിയാഴ്ചയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വീക്ക് പ്രധാനപ്പെട്ട ഇവൻറ്റ്സുകൾ നോക്കുകയാണെങ്കിൽ മൺഡേ ജൂലൈ 14 12 PM ഇന്ത്യയുടെ WPI ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. അതായത് നിലവിൽ 0.39% ആണ്, എക്സ്പെക്റ്റ് ചെയ്യുന്നത് 0.8%. അന്ന് തന്നെ വൈകുന്നേരം 4 മണിക്ക് ഇന്ത്യയുടെ CPI ഇൻഫ്ലേഷനും വരുന്നുണ്ട്. നിലവിൽ 2.82 ആണ്, എക്സ്പെക്റ്റ് ചെയ്യുന്നത് 2.5. ഇനി ട്യൂസ്ഡേ ജൂലൈ 15 വൈകുന്നേരം 7:30 ചൈനയിൽ നിന്ന് GDP ഡാറ്റ വരുന്നുണ്ട്. 5.4% ആണ് നിലവിൽ, എക്സ്പെക്റ്റ് ചെയ്യുന്നത് 5.3%. അന്ന് തന്നെ വൈകുന്നേരം 6 മണിക്ക് USA ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. 2.4% നിലവിൽ, ഫോർകാസ്റ്റ് 2.5%. അന്ന് തന്നെ USA കോർ ഇൻഫ്ലേഷൻ ഡാറ്റയും വരുന്നുണ്ട്. നിലവിൽ 2.8% എക്സ്പെക്റ്റ് ചെയ്യുന്നത് 2.9%. ഇത് USA നിന്ന് ഇൻഫ്ലേഷൻ ഏത് നിലയ്ക്കാണെങ്കിലും 31 ഫെഡിൻ്റെ മീറ്റിംഗ് ഉണ്ട്. അതിൽ 25% ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി വെനസ്ഡേ ജൂലൈ 16 വൈകുന്നേരം അതായത് രാത്രി 11:30 ഇംഗ്ലണ്ടിൽ നിന്ന് ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. 3.4% നിലവിൽ, എക്സ്പെക്റ്റ് ചെയ്യുന്നത് 3.5%. അന്ന് തന്നെ വൈകുന്നേരം 6 മണിക്ക് USA നിന്ന് PPI ഡാറ്റ വരുന്നുണ്ട്. അടുത്തത് വ്യാഴാഴ്ച ജൂലൈ 17
ഈവനിങ് 6 PM USA നിന്ന് റീറ്റെയിൽ സെയിൽസ് ഡാറ്റ വരുന്നുണ്ട്. നെക്സ്റ്റ് ഫ്രൈഡേ ജൂലൈ 18 5 AM ജപ്പാനിൽ നിന്ന് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. നിലവിൽ 3.5% ആണ്, എക്സ്പെക്റ്റ് ചെയ്യുന്നത് 3.3%. അന്ന് തന്നെ ഈവനിങ് 7:30 PM USA നിന്ന് കൺസ്യൂമർ സെൻറ്റിമെൻറ്റ് ഡാറ്റയും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിലവിലെ നെക്സ്റ്റ് വീക്ക് ഇവൻറ്റ്സുകൾ എന്ന് പറയാനുള്ളത്. ചാർട്ടിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കും, നിഫ്റ്റിയുടെ 1 ഡേ ടൈം ഫ്രെയിമാണ്. നിഫ്റ്റിയുടെ 1 ഡേ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ 25,150. നെക്സ്റ്റ് നമുക്ക് സപ്പോർട്ടായിട്ട് 25,000 എന്നുള്ളതാണ്. 25,000-നും താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ 24,700 ഈ ഒരു റേഞ്ച് പ്രത്യേകം നമ്മൾ വാച്ച് ചെയ്യണം. ഇതിന് താഴെ 1 ഡേ ടൈം ഫ്രെയിമിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിഫ്റ്റിക്ക് അത്യാവശ്യം ഡൗൺ വരാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 24,400 ആ റേഞ്ചാണ്. അതിനും താഴെ വീഴുകയാണെങ്കിൽ, അതായത് 24,400-നും താഴെ വീഴുകയാണെങ്കിൽ നെക്സ്റ്റ് 24,300, 24,150, 24,000 ആ ഒരു റേഞ്ച്, പിന്നെ 23,900. അതാണ് ഞാൻ പറഞ്ഞത്, 1,000-1,200 പോയിൻറ്റോളം ഡൗൺ സൈഡിലേക്ക് വരാനുള്ള ചാൻസുകൾ നിഫ്റ്റിയിൽ തള്ളിക്കളയാൻ കഴിയില്ല. 25,000-നും താഴെ വന്നാൽ 24,800, 24,700. 24,700 മേജർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട്. ഇത് നിങ്ങളുടെ ഓർമ്മയിലിരിക്കട്ടെ. ഇവിടെ നിന്നും ഒരു റിക്കവർ മോഡ് വരികയാണെങ്കിൽ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് സ്റ്റോക്കിലാണെങ്കിലും ഫ്യൂച്ചറിലാണെങ്കിലും നമ്മുടെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. നെക്സ്റ്റ് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ഇനി വരികയാണെങ്കിൽ 25,350 ഈ ഒരു റേഞ്ചാണ് ഫസ്റ്റ് റെസിസ്റ്റൻസ്. സെക്കൻഡ് എന്ന് പറയുന്നത് 25,550 ഈ ഒരു റേഞ്ചാണ്. പിന്നെ അതിനും മുകളിൽ 25,670, 650. അതിനും മുകളിലേക്ക് പോവുകയാണെങ്കിൽ 26,000 നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയുടെ ടെക്നിക്കൽ 1 ഡേ ടൈം ഫ്രെയിമിൽ ഇങ്ങനെയാണ്. ഇനി നമുക്ക് നാളെ ട്രേഡ് ചെയ്യാനുള്ള നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളൊന്ന് വാച്ച് ചെയ്ത് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് നാളെ 15 മിനിറ്റ് സപ്പോർട്ടായിട്ട് 25,120, 25,120 താഴെ ക്രോസ് ആൻഡ് ക്ലോസ് 15 മിനിറ്റ്സിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴത്തേക്ക് എൻട്രി എടുത്ത് പോകാം. 25,000 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പ് സൈഡിലേക്കാണെങ്കിൽ 25,220. ഓക്കെ, 25,220 മുകളിൽ റെസിസ്റ്റൻസ്, അതിന് മുകളിൽ അപ്പ് സൈഡിലേക്കും എൻട്രി എടുത്ത് പോകാം. നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് സപ്പോർട്ടായിട്ട് ഇതൊരു സ്ട്രോങ് സപ്പോർട്ടാണ്. നമ്മുടെ ബാങ്ക് നിഫ്റ്റി മാത്രമാണ് ആൾ ടൈം ഹൈ ക്ലോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഒരു ഇൻഡെക്സും ആൾ ടൈം ഹൈ ക്ലോസ് ചെയ്തിട്ടില്ല. അതേസമയം US മാർക്കറ്റ്, യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ ആൾ ടൈം ഹൈ, റെക്കോർഡ് ഹൈയിലാണുള്ളത്. അത് ഈ ട്രംപിൻ്റെ താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനിശ്ചിതത്വങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റും ഇത്തരത്തിൽ ആൾ ടൈം ഹൈ ക്ലോസ് ആൻഡ് ക്ലോസ് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. ഇതെല്ലാം തന്നെ അല്പം ശാന്തമാവുന്നതോടുകൂടി വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ 56,615 താഴെ വരികയാണെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ട് 56,550. നിങ്ങൾ ഈ ഒരു 100 പോയിൻറ്റിൽ ഒന്ന് കെയർ ചെയ്യണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സെക്യൂറായ എൻട്രിയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ 56,550 താഴെ എൻട്രി പോയാൽ മതിയാവും. ഇനി അപ്പ് സൈഡിലേക്കാണെങ്കിൽ റെസിസ്റ്റൻസ് 56,810. ഓക്കെ, ഇതിന് മുകളിൽ എൻട്രി പോസിബിളാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാം. അടുത്തത് സെൻസെക്സ് ആണ്. സെൻസെക്സിൽ നമുക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് 82,350. ഓക്കെ, 82,350 സപ്പോർട്ട്, അതിന് താഴെ നമുക്ക് എൻട്രി പോസിബിളാണ്.
റെസിസ്റ്റൻസ് ആയിട്ട് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് നമ്മൾ വാച്ച് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് ആയിട്ട് 82,670. ഇതിന് മുകളിൽ എൻട്രി എടുത്ത് പോകാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് നാളേക്ക് വേണ്ടി ആഡ് ചെയ്യുക. നാളെ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി എടുത്ത് പോകാം. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ബൈ.